പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് സത്യപ്രതിജ്ഞാ വേദിയിൽ നമ്മൾ ചാണ്ടിയുമ്മനെ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ചാണ്ടിയുമ്മൻ പറയുന്നത് ചാണ്ടിയുമ്മൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല, നിങ്ങൾ മാധ്യമങ്ങൾ മാത്രമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാ. പക്ഷേ ചാണ്ടിയുമ്മൻ ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു ആരവം സദസ്സിൽ നിന്ന് കേട്ടു. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ചാണ്ടി ചാണ്ടി എന്നിങ്ങനെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ സത്യപ്രതിജ്ഞ എന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ആളാണ് നമ്മുടെ ചാണ്ടിയുമ്മൻ MLA. ചാണ്ടി ചാണ്ടി എന്ന ആളുകൾ ആരവം മുഴക്കുന്നത് നമുക്ക് അപ്പോൾ കേൾക്കാമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ സെൽഫി എടുക്കാൻ തിരക്ക് കൂട്ടിയതും ചാണ്ടിക്കൊപ്പമാണ്. ഇപ്പോഴിതാ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് പുതുപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം വരെ റോഡ് മാർഗം സഞ്ചരിക്കാൻ പോവുകയാണ് ചാണ്ടിയുമ്മൻ. ഇന്ന് രാവിലെ 9 മണിക്ക് പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിൽ നിന്നും ചാണ്ടിയുമ്മന്റെ സ്നേഹയാത്ര ആരംഭിക്കും. ചാണ്ടിയുമ്മൻ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഗുഡ് മോർണിംഗ് ശ്രീ ചാണ്ടിയുമ്മൻ. ഞാനേ ഈ നമ്മള് സത്യപ്രതിജ്ഞാ വേദിയിൽ പോകുന്ന സമയത്തെ വേദിയിൽ ഇരിക്കേണ്ടയാൾ സദസ്സിൽ വന്നതിന്റെ ഒരു പ്രതികരണമാണോ നമ്മൾ അവിടെ കണ്ടത്? ഞാൻ ചെറിയൊരു കറക്ഷൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേൾക്കാമോ? കേൾക്കാമോ? ഞാനൊരു യാത്രയും നടത്തുന്നില്ല. അത് നമ്മുടെ ആൾക്കാർ ആവേശം കൊണ്ട് അത് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഒരു യാത്രയായിട്ട് അതിനെ മാറ്റാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇന്ന് തിരുവനന്തപുരം വരെ പോകുന്നുണ്ട്, അത് ശരിയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒരു യാത്രയെ അനുവദിക്കത്തില്ല, ഒരു അനൗൺസ്മെന്റ് കാണാൻ പാടില്ല. ഞാൻ 1-2 ഫ്ലെക്സ് കണ്ടു. എല്ലാ ഫ്ലെക്സും മാറ്റണം, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെ ഒരു പരിപാടിയായിട്ട് നമ്മൾ ഇത് നടത്തുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ആരെങ്കിലും വഴിയിൽ വന്നാൽ വണ്ടിയിലിരുന്ന് മാത്രം ഞാൻ എന്തെങ്കിലും ഷോൾ തന്നാൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിച്ചാൽ ഉണ്ട്. അല്ലാതെ ഒരു യാത്രയും ഇപ്പോൾ അനുവദിക്കുന്ന പ്രശ്നമില്ല, ഒരു അനൗൺസ്മെൻറ്റും ഇല്ല. ഇതൊരു യാത്രയല്ല, ആൾക്കാർ ആവേശം കൊണ്ട് ചെയ്തൊരു കാര്യമാണ്. അത് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു യാത്രയാക്കി മാറ്റുവാൻ ഇതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല. കാരണം ഇത് ഞാനൊരു ചില ഡിസിപ്ലിൻസ് പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ മാത്രമേ കാണാവുള്ളൂ. എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം തേടാൻ വേണ്ടിയാണ് ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തേടാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. തിരിച്ചു പോകുമ്പോൾ ഒരു തരത്തിലും ഇങ്ങനൊരു പരിപാടിയായിട്ട് സംഘടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കും. അതായത് ശരിക്കും ചാണ്ടിയുമ്മൻ മനസ്സിൽ വിചാരിച്ചത് നാളെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പിതാവിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്ക് പോവുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അത് ചില ഇഷ്ടമുള്ള ചില ആളുകൾ അതൊരു യാത്രയാക്കി മാറ്റാൻ ശ്രമിച്ചു അല്ലേ? അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതങ്ങനെ യാത്ര പറ്റത്തില്ല, അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാവത്തില്ല. ഒരു കാരണവശാലും ആർക്കെങ്കിലും എന്ത് സ്നേഹം തരണമെങ്കിൽ തരാം. അത് ഞാൻ വണ്ടിയിൽ മാത്രമേ യാത്ര ചെയ്യത്തുള്ളൂ, പുറത്തോട്ട് ഇറങ്ങുന്ന പ്രശ്നമില്ല. അത് ദയവ് ചെയ്ത് സഹപ്രവർത്തകരും തെറ്റിദ്ധരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും കേട്ടല്ലോ. ചാണ്ടിയുമ്മനെ സ്നേഹിക്കുന്ന ചാണ്ടിയുമ്മന്റെ പ്രിയപ്പെട്ടവരോട് ചാണ്ടിയുമ്മൻ റിപ്പോർട്ടിലൂടെ പറയുകയാണ്, ഒരു യാത്രയായിട്ട് നിങ്ങളതിനെ മാറ്റരുത്. കാര്യം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം അല്ലേ ചാണ്ടിയുമ്മൻ? പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് കഥകൾ പ്രചരിക്കും. എന്തിനാണ് വേറെ ഒരു കഥ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ ചാണ്ടിയുമ്മൻ? തീർച്ചയായിട്ടും ഒരു കാരണവശാലും അംഗീകരിക്കും. എനിക്ക് ചില ഡിസിപ്ലിൻസ് ഉണ്ട്, അത് പാലിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഓൾറെഡി മാധ്യമങ്ങൾ എന്നെ കുഴപ്പിച്ചിരിക്കുക, ഇപ്പം അടുത്തൊരു കുഴപ്പയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. കാരണം 3-4 ദിവസക്കാലം കേരളം മുഴുവൻ ചർച്ച ചെയ്തതിൻ്റെ പേര് അവസാനം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് ഏറ്റവും അവസാന നിമിഷമാണ്. ഞാനത് തുടക്കം തൊട്ട് എനിക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നും ഞാൻ വീണ്ടും പറയുകയാണ്, ദയവ് സഹപ്രവർത്തകർ എന്നോട് സഹകരിക്കണം, വേറൊരു ഇൻ്റർപ്രിട്ടേഷന് വഴി ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനൊരു തെറ്റിദ്ധാരണ വീണ്ടും എന്നെ കുരുക്കുന്ന വിധം ആവരുത്. ഞാൻ കൈ കൂപ്പി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനൊരു സാഹചര്യം നിങ്ങൾ എനിക്കായി ഒരുക്കരുത്. നാളെ എൻ്റെ തല കുനിയുന്ന രീതിയിൽ അങ്ങനെ ഒരുക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാം. ഓക്കെ, അത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചാണ്ടിയുമ്മനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചാണ്ടിയുമ്മനെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ കുഴക്കരുത്. സ്നേഹമൊക്കെ നിങ്ങൾ തന്നോളൂ, അതൊക്കെ ചാണ്ടിയുമ്മൻ വാങ്ങിച്ചോളും. പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വരെ അദ്ദേഹം കാറിൽ തന്നെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരു വിപുലമായ ജനകീയ യാത്രയായി, ഒരു റിബൽ യാത്രയായിട്ടൊക്കെ ഇപ്പോഴേ ചാണ്ടിയുമ്മനെ മുദ്രകുത്തേണ്ട ആവശ്യമില്ല. ചാണ്ടിയുമ്മൻ അങ്ങനെ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളല്ല, പാർട്ടി ഡിസിപ്ലിൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഇനി ശ്രീ ചാണ്ടിയുമ്മൻ, നമുക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചാൽ 2 കാര്യങ്ങളാണ്. അതായത് അവസാന നിമിഷമാണോ ഈ മന്ത്രി സാധ്യതയിൽ നിന്ന് മാറ്റപ്പെട്ടത്? അങ്ങനെ ഒരു തോന്നലുണ്ടോ? അതോ തുടക്കം മുതൽ തന്നെ അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യതയില്ല, പരിഗണിച്ചാൽ പരിഗണിക്കട്ടെ എന്ന നിലപാടായിരുന്നു ചാണ്ടിയുമ്മന്? ഈ പറഞ്ഞതാണ് ശരി, പരിഗണിച്ചാൽ പരിഗണിക്കട്ടെ.
പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലപാട് എനിക്ക് തുടക്കം തൊട്ട്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായി വാർത്തകൾ വന്നു എന്നുള്ളത് ശരിയാണ്. അത് എനിക്കതുമായി ഒരു ബന്ധവുമില്ല. ഞാൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുമില്ല. നിങ്ങളൊക്കെ പല ചാനൽസും പല നിയുക്ത മന്ത്രിമാരുടെയും ചർച്ച ആവുന്നതിന് 2 ദിവസം മുമ്പൊക്കെ നടത്തിയിട്ടുണ്ട്, 1 ദിവസം മുമ്പ് നടത്തിയിട്ടുണ്ട്. എന്നെ പലരും വിളിച്ച് അഭിനന്ദിച്ചു. അത് പക്ഷേ ഞാൻ അപ്പം തന്നെ പറഞ്ഞു പ്രിമച്യൂറാണ്, എനിക്ക് അങ്ങനെ അറിവില്ല. അറിവ് വരണമെങ്കിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പറയണം. ഇതുവരെ മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല. ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാക്കും അങ്ങനെ ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടേ ഇല്ല, ഒരു സൂചനയും നൽകിയിരുന്നില്ല അല്ലേ? പറഞ്ഞിട്ട് ഒരു സൂചനയും തന്നിട്ടില്ല. ഈ ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു കേട്ടോ ശ്രീ ചാണ്ടി ഉമ്മൻ. കാരണം ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയത്. കാര്യം മറിച്ച് തീരുമാനിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയില്ല അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഒരു പക്ഷേ പാർട്ടിയാണല്ലോ അതിൽ തീരുമാനമെടുക്കുന്നത്. നമുക്ക് പുറത്തിരുന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ലല്ലോ അകത്ത് സംഭവിക്കുന്നതും ചർച്ചകളിലൊക്കെ കാണുന്നതും. ഞാൻ ഒന്നുകൂടി ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പല നേതാക്കളും പല നേതാക്കളുടെയും പിന്നാലെ പോകുന്നത് ആ ദിവസം നമ്മൾ കണ്ടു. ഈ മന്ത്രി പ്രഖ്യാപനത്തിന് മുൻപ് പല പക്ഷങ്ങളിലേക്ക് പോകുന്നതും പക്ഷങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ആരെടുത്തും പോയിട്ട് എന്നെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അല്ല, തീർച്ചയായിട്ടും എൻ്റെ നേതാക്കന്മാരായ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, അതുപോലെ തന്നെ ശ്രീ എ കെ ആന്റണി, എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീ വി എം സുധീരൻ എന്നിവരെ അവരെല്ലാം കണ്ട് അനുഗ്രഹം മേടിച്ചിരുന്നു. അത് പക്ഷേ അതൊരു സ്ഥാനത്തിന് വേണ്ടി ആരെയും പോയി കണ്ടതല്ല. ഈ പുതുപ്പള്ളിയിലെ ജനത യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ ചാണ്ടി ഉമ്മൻ? അപ്പം ചാണ്ടി പ്രതീക്ഷിച്ചിട്ടില്ല, അത് ചാണ്ടി ഉമ്മൻ്റെ ഒരു രാഷ്ട്രീയ ധാർമ്മിക ബോധമാണ്. പക്ഷേ പുതുപ്പള്ളിയിലെ ജനതയ്ക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയം മുതൽ ഇങ്ങോട്ട് നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടു വളർന്ന പുതുപ്പള്ളി ജനത സ്വാഭാവികമായും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലേ ചാണ്ടി ഉമ്മൻ? അല്ല, നിങ്ങൾ പ്രതീക്ഷ പുതുപ്പള്ളി ജനതയ്ക്ക് കേരളത്തിലെ ജനതയ്ക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങൾ ഇച്ചുകൂടെ ഒരു എന്താ പറയുക, കാരണം പലരും കൊടുത്ത 7 പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 പേര് ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 7-ൽ 6 പേരും വന്നിട്ടുണ്ട്, ഞാൻ ഒഴിച്ച്. അത് ഉണ്ടാക്കിയിരിക്കുന്ന വളരെയധികം എന്താ പറയുക വേദന, വളരെയധികം വിഷമങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്. അത് അവരുടെ വേദന. ഇന്ന് നിങ്ങൾക്കറിയാം, എൻ്റെ സത്യപ്രതിജ്ഞ പ്രതീക്ഷിച്ച് പലരും അന്ന് പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം എത്തുകയും ചെയ്തു. എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് നടന്ന് അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ എനിക്ക് എല്ലാവരും കൂടെ കയറ്റി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ആ വരവിൻ്റെ ഒരു ലൂസിഫർ എന്ന സിനിമയിലെ ഒരു നായകൻ്റെ വരവിൻ്റെ സ്റ്റൈലുണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വീട്ടിൽ അമ്മ എന്താ പറഞ്ഞത്? ഇത് മുഖ്യമന്ത്രി ഈ മന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിയുന്ന സമയത്ത്, മുഖ്യമന്ത്രി പേരുകളൊക്കെ വായിച്ചു കഴിയുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അല്ല, അമ്മ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ അതേ എക്സ്പെക്ടേഷൻ അമ്മയ്ക്കും ചിലപ്പോൾ കണ്ടേക്കാം. സ്വാഭാവികമല്ലേ? ഇപ്പം എല്ലാ ചാനലും 24 മണിക്കൂറും 4 ദിവസത്തേക്ക് ഇത് കാര്യം പറയുമ്പോൾ, മാധ്യമങ്ങൾ വരുമ്പോൾ, അപ്പോൾ ആ എക്സ്പെക്ടേഷൻ കണ്ടേക്കാം. ഇല്ലാന്ന് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിരുന്നു. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ തവണ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ആദ്യം മത്സരിക്കുമ്പോഴുള്ള ഭൂരിപക്ഷമല്ല. ഇത്തവണ അതിൻ്റെ ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പുതുപ്പള്ളിയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ നിയമസഭയിലേക്ക് അയക്കുന്നത്. മാത്രമല്ല, പ്രചരണ രംഗത്തെ വ്യത്യസ്തത കൊണ്ട് പോലും ചാണ്ടി ഉമ്മൻ നിറഞ്ഞു നിന്നു. മാധ്യമങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ് വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കെതിരെ പറയുമ്പോഴും ചാണ്ടി ഉമ്മൻ്റെ പേരിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു കറ പോലും ഒരു മാധ്യമത്തിലെ ഒരു പ്രചരണത്തിൻ്റെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം പോലും ഉന്നയിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മളെല്ലാവരും കരുതിയത്. എന്തായിരിക്കാം ഒഴിവാക്കപ്പെട്ടതിൻ്റെ കാരണമെന്നാണ് ചാണ്ടി ഉമ്മൻ കരുതുന്നത്? ഒരുപക്ഷെ ഈ സാമുദായിക പ്രാതിനിധ്യമൊക്കെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണോ? അത് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എനിക്കൊരു കറ പോലും ഏൽക്കാതിരിക്കാനായിരിക്കും ചിലപ്പോൾ ദൈവം അതിനെ നിയോഗിച്ചത്.
അത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതിന്. ഞാനതിൻ്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ കാലം തെളിയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. അവസാന നിമിഷം ഞാൻ വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. എങ്കിലും വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നു. എന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സോളാർ വിവാദം എത്ര നാള് നിലനിന്നു. എന്റെ പിതാവിന് 9 വർഷം സംശയത്തിന്റെ നിഴലിൽ കേരള ജനതയുടെ മുന്നിൽ നിർത്തിയത് ആ ഒരു മന്ത്രി പദവിയല്ലേ? അതേ, ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ അമൃത എക്സ്പ്രസ് എന്ന് പറഞ്ഞ വിവാദം ഉണ്ടാക്കി ഇല്ലേ? അപ്പൊ അധികാരത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ കടക്കുമ്പോൾ നമ്മളല്ലെങ്കിൽ പോലും, നമ്മൾ വിചാരിക്കാതെ പോലും മറ്റു ചിലർ നമ്മളെ സംശയം നിഴലിൽ നിർത്തുവാനും കറ പറ്റിക്കാനും ചിലപ്പോൾ ശ്രമിക്കും. അറിയാതെ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫ് അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകർ അറിഞ്ഞു, ഇതേപോലെ ഇന്നിപ്പോൾ വാർത്ത വരുത്തിയത് കണ്ടില്ലേ, ഇന്നിപ്പോൾ ഉള്ള യാത്രയുടെ കാര്യം പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെ അവർ ചിലപ്പോൾ ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പോൾ MLA എന്ന നിലയ്ക്ക് എനിക്ക് മാത്രമായിരിക്കും ഉത്തരവാദിത്വം, എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ, എനിക്കത് ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ ചാണ്ടിയുമ്മൻ വെട്ടിയൊരു പാതയിൽ കൂടിയാണ് പോകുന്നത്. കോൺഗ്രസിൻ്റെ ഒരു കുടക്കീഴിൽ നിൽക്കുമ്പോഴും കൃത്യമായ ചാണ്ടിയുമ്മന് പുതുപ്പള്ളിയിലെ ജനങ്ങളെ അറിയാം. ചാണ്ടിയുമ്മൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചാണ്ടിയുമ്മന് നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും മിത്രങ്ങളുടേത് മാത്രമല്ല എന്നൊരു തിരിച്ചറിവ് കൂടി ചാണ്ടിയുമ്മൻ ഉണ്ടാവുന്നുണ്ടോ എപ്പോഴും? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു ശൈലി ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പലരും കാണും. അപ്പം എനിക്കത് പെട്ടെന്ന് രീതിയിൽ തിരുത്താൻ പറ്റുമോ? ഞാനിപ്പം ഇത്രയും സാധാരണക്കാരോടൊപ്പം നടക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ കാണും. ഇച്ചൂടെ ഒരു ഗൗരവം കാണണം എന്ന് കരുതുന്നവർ കാണും. ഞാൻ ഇങ്ങനെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു കുട്ടിക്കളിയാണെന്ന് കണക്കാക്കുന്നവർ കാണും. മെച്യൂരിറ്റി ഇല്ല എന്ന് കരുതുന്നവർ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് എൻ്റെ ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ പറ്റുമോ? അപ്പം അവരെ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ ശൈലിയിലായിരിക്കും പ്രവർത്തിക്കാൻ സാധിക്കും. ശ്രീ ചാണ്ടിയുമ്മൻ, അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് VD സതീശൻ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു എന്ന മട്ടിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ചാണ്ടിയുമ്മൻ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ആ സാമൂഹിക മാധ്യമത്തിലെ ചർച്ചകളുടെ ഒരു കണ്ടന്റ്. അതിലെന്തെങ്കിലും കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതും ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ? ആ സാഹചര്യം ഈ സാഹചര്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇപ്പൊ VD സതീശൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിട്ടേക്കൂ, മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം എല്ലാവരെയും പറ്റി റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തറിയോ? അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഒരു വിസ്ഡം. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് സോളമനെ പോലാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈ ജനത്തെ നയിക്കുവാൻ, അങ്ങയുടെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ എനിക്ക് ബുദ്ധി തരണേ, അല്ലെങ്കിൽ എനിക്ക് ശക്തി തരണേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ്ഡത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അത് അതിനെ പാസ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അതിനെ പാസ്റ്റിലേക്ക് എൻ്റെ ഫാദറിൻ്റെ, അതായത് അത്രയ്ക്ക് ഒരു ശൈലി അദ്ദേഹം പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ ശരിയല്ല. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റൊരാൾക്ക് ചിന്തിക്കാനുള്ള അവസരം അവരുടെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേയില്ല, അങ്ങനെ കരുതുന്നേയില്ല. ശ്രീ VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ വാക്കുകൾ ദൈവനിയോഗമാണ്. അപ്പോൾ ദൈവനിയോഗമാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ആ ദൈവത്തിൻ്റെ പ്രേരണയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ സാഹചര്യത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. ആ സാഹചര്യം ഒരിക്കലും എൻ്റെ ഫാദറിൻ്റെ കണക്ഷനുമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിലപ്പെട്ടത് തന്നെയാണ് പലതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ബയസ്ഡ് ആയിട്ടൊരു അപ്രോച്ച് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങളാവാം, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത സാഹചര്യങ്ങളാവാം. ചിലപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ലീഡർഷിപ്പിന് എന്തെങ്കിലും എനിക്കറിയില്ല, എൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയത്തില്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല. കാരണം എന്തായാലും ദാറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ പാസ്റ്റ്.
ഈ ചാണ്ടിയുമ്മൻ ഈ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി ചാണ്ടിയുമ്മനെ വിളിച്ചിരുന്നോ? ഇങ്ങനൊരു വിഷമമുള്ളതായിട്ട് ആരെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ? അങ്ങനെ വിഷമം ചാണ്ടിയുമ്മൻ ഇല്ല എന്ന് എനിക്കറിയാം. അതിങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പാണ്. അതിനും അപ്പുറത്തേക്ക് ചാണ്ടിയുമ്മൻ അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ചിരുന്നോ എപ്പോഴെങ്കിലും മന്ത്രിസഭ രൂപീകരിച്ചിട്ട്? അദ്ദേഹം വിളിച്ചിട്ടില്ല. അദ്ദേഹം ധൃതിയാണല്ലോ. അദ്ദേഹം വലിയ ഒരു ഇപ്പം അറിയാലോ, വകുപ്പ് പോലും അത് തീരുമാനിക്കാത്ത ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കുകളായിരിക്കാം മന്ത്രിസഭാ രൂപീകരണത്തിൽ അദ്ദേഹം വിളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ചാണ്ടിയുമ്മന് പുതുപ്പള്ളിയിൽ പ്രവർത്തിക്കാൻ ഒരു മന്ത്രിക്കുപ്പായം ആവശ്യമില്ല എന്ന് പറഞ്ഞത് പൊളിച്ചു. നല്ല സെന്റൻസ് ആണ്. അത് യഥാർത്ഥത്തിൽ എല്ലാവരും അറിയേണ്ടതാണ്. ഒരു നേതാവ് എന്ന നിലയിൽ നേരിട്ട് സൈക്കിളിൽ ആണെങ്കിലും നടന്നാണെങ്കിലും ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിക്കൊപ്പം ഉണ്ടാവും അല്ലേ? അതിന് ഒരു മന്ത്രിക്കുപ്പായമോ ഏതെങ്കിലും ഒരു കാറോ ഒന്നും ചാണ്ടിയുമ്മൻ ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫാദറിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പലതവണ പല സാഹചര്യങ്ങളും നേരിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ഇത് അപ്സ് ആൻഡ് ഡൗൺസ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പോൾ അതിനെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇന്ന് യാത്ര തിരിക്കുന്നു. കല്ലറയിൽ നിന്ന് നേരെ നാളെ നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും പുതുപ്പള്ളിയുടെ MLA ആയി മാറുന്ന ചാണ്ടിയുമ്മന് എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും നേരുന്നു. പുതുപ്പള്ളി ജനതയ്ക്കൊപ്പം, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കൊപ്പം അവരുടെ ഹൃദയത്തിൽ ചാണ്ടിയുമ്മൻ ഉണ്ടാവുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. അത്രയും തെളിമയോടുകൂടിയാണ് ചാണ്ടിയുമ്മൻ പറഞ്ഞത്. ഈ സമയത്ത് പോലും നമുക്കറിയാം എത്രയെത്ര സങ്കടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഹൈപ്പൊക്കെ വരുന്ന സമയത്ത് ഉള്ളിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കുഞ്ഞാഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം വന്നാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതിനൊന്നും കുറ്റപ്പറയാൻ എങ്ങനെ വന്നാലും പിടിക്കണം അല്ലേ? അല്ല, എങ്കിലും ഉഷാറായി തന്നെ ചാണ്ടിയുമ്മൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ചാണ്ടിയുമ്മൻ പറഞ്ഞ പോലെ യാത്രയില്ല എന്ന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേക യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളൊന്നും ആരും ഒരുക്കരുത് എന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞത് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഉഷാറായി സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് തിരിച്ചു. താങ്ക് യു ശ്രീ ചാണ്ടിയുമ്മൻ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.